करवावहे तेजस्विनावधीतमस्तु मा विद्विषावहे। ओम शांति शांति शांति। ओम नमो ब्रह्मादिभ्यो ब्रह्म विद्या संप्रदाय कर्तृभ्यो वंश ऋषिभ्यो महद्भ्यो नमो गुरुभ्यः। सर्वोपप्लवरहितः प्रज्ञानघनः प्रत्यगर्थो ब्रह्मैवाहमस्मि। ओम पूर्णमदः पूर्णमिदं पूर्णात् पूर्णमुदच्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते। ओम शांति शांति शांति। हरि ओम श्री गुरुभ्यो नमः। हरि ओम। എല്ലാ സാധകർക്കും പ്രണാമം. ഹരി ഓം നമോ നാരായണ. അധ ശുക്ലയജുർവേദീയ കാണ്വശാഹ ഈശാവാസ് ബൃഹദാരണ്യ ഉപനിഷത്ത് മധുകാണ്ഡം പ്രഥമകാണ്ഡം ദ്വിതീയോധ്യായം ബ്രഹ്മവിദ്യാപ്രകരണം. പ്രഥമ ബ്രാഹ്മണം അജാതശത്രു ബ്രാഹ്മണം. ഇന്ന് കുറേ എഴുതാനുണ്ട്. എല്ലാവരും എഴുതാൻ തയ്യാറായിക്കോളൂ. നമ്മൾ ഇതുവരെ പഠിച്ച മന്ത്രങ്ങൾ നമുക്ക് അതിൻ്റെ താല്പര്യം കഴിഞ്ഞിട്ട് അടുത്തതിലേക്ക് പോകാം. ഇനി ഇത് നോക്കിയാൽ മതി. അങ്ങനെ ഒരു സമ്മറി പോലെ നമുക്ക് എഴുതാം. അതായത് പ്രഥമ മന്ത്രം ആഖ്യായികയാണെന്ന് കണ്ടു. ഇനി മന്ത്രം നമ്പർ 2 എഴുതുക. സംസ്കൃതത്തിൽ എഴുതാൻ പറ്റുന്നവരൊക്കെ അങ്ങനെ തന്നെ എഴുതണം കേട്ടോ. ഹിന്ദി അറിയാവുന്ന അത് എഴുതിയാൽ മതി. മന്ത്രം നമ്പർ 2. ഒന്നാമത്തെ എന്താ? മന്ത്രം 1 ആഖ്യായിക ആരംഭം. അത് നമ്മൾ നേരത്തെ എഴുതിയത്, അതുകൊണ്ട് അത് പറയുന്നില്ല. മന്ത്രം 2 എന്ന് എഴുതിയിട്ട് എൻ്റെ തൊട്ടപ്പുറ ഗാർഗ്യ ഉപാസന എന്ന് ഹെഡിങ് കൊടുക്കുക. 2, 3 താഴോട്ട് നമ്പർ പോകണം. ഗാർഗ്യൻ എന്നുള്ളത് മേളിൽ, തൊട്ടപ്പുറം ഒരു കോളം പോലെ വരയ്ക്കുക. അതിന് തൊട്ടപ്പുറം അജാതശത്രു എന്ന് എഴുതുക. അല്ല, അജാതശത്രു ഉപാസന എന്നും എഴുതുക. കോമ അല്ലെ ബാർ ഇട്ടിട്ട് ബ്രഹ്മലക്ഷണം എന്ന് എഴുതുക. ഇത് എഴുതി കഴിഞ്ഞ് എല്ലാവരും ഫോട്ടോ എടുത്ത് അയച്ചു തരണം കേട്ടോ. നോക്കട്ടെ എത്ര പേര് എഴുതുന്നുണ്ടെന്ന് അറിയാം. അപ്പം ആദ്യം എന്തെഴുതണം? ഗാർഗ്യൻ എന്ന് എഴുതുക, അല്ലെ ഗാർഗ്യ ഉപാസന എന്ന് എഴുതുക. രണ്ടാമത് അജാതശത്രു ഉപാസന അല്ലെങ്കിൽ ബ്രഹ്മലക്ഷണം എന്ന് എഴുതുക. ഓർ അജാതശത്രു ഉപാസന ഓർ ബ്രഹ്മലക്ഷണം എന്ന് എഴുതുക. തൊട്ടപ്പുറ മുഖ്യഫലം എന്ന് എഴുതുക. തൊട്ടപ്പുറ അവാന്തര ഫലം എന്ന് എഴുതുക. എന്നിട്ട് കോളാക്കുക. അത് ഒന്നാമത്തെ കോളം മന്ത്രങ്ങൾ, മന്ത്രം നമ്പർ. രണ്ടാമത്തെ കോളം ഗാർഗ്യ ഉപാസന. മൂന്നാമത്തെ കോളം അജാതശത്രു ഉപാസന അല്ലെങ്കിൽ ബ്രഹ്മലക്ഷണം. നാലാമത്തെ കോളം മുഖ്യഫലം. അഞ്ചാമത്തെ കോളം അവാന്തര ഫലം. ഇത് വേണം എനിക്ക് എഴുതി ഫോട്ടോ എടുത്ത് അയക്കാം. പക്ഷേ അവനവൻ ശ്രദ്ധയോടെ ശ്രവണം ചെയ്ത് എഴുതുമ്പോഴേ അത് മനസ്സിൽ ഉറയ്ക്കും. അതുകൊണ്ടാണ് ഇത്രയും സമയം നമ്മൾ അതിനു വേണ്ടി മെനക്കെടുന്നത്. അതുകൊണ്ട് ശ്രദ്ധയോടുകൂടി ഇരിക്കുക, എഴുതിയെടുക്കുക. എഴുതിയെന്ന് വിചാരിക്കുന്നു ഹെഡിങ്ങിന്. തൊട്ട് താഴെ മന്ത്രം നമ്പറിൻ്റെ അവിടെ മന്ത്രം നമ്പർ 2 എന്ന് എഴുതുക. എൻ്റെ തൊട്ടപ്പുറ എന്താണ്? ഗാർഗ്യനല്ലേ. അപ്പോൾ എന്തെഴുതണം? ആദിത്യ ഉപാസന എന്ന് എഴുതുക. ആദിത്യ ഉപാസന. അപ്പോഴേ തൊട്ടവിടെ ആരാണ്? അജാതശത്രു. ഗാർഗ്യം കഴിഞ്ഞ് അടുത്തത് അജാതശത്രു. അജാതശത്രു എന്താണ് ബ്രഹ്മലക്ഷണം പറഞ്ഞിരിക്കുന്നത്? എഴുതുക. അജാതശത്രു എന്ന കോളത്തിൻ്റെ താഴെ എഴുതുക അധിഷ്ഠാഹ സർവേഷാം ഭൂതാനാം
മൂർധ കോമ രാജ. അജാതശത്രു അല്ലെങ്കിൽ ബ്രഹ്മലക്ഷണം എന്ന കോളത്തിന്റെ താഴെ എഴുതേണ്ടത് അധിഷ്ഠാഹ സർവേഷാം ഭൂതാനാം മൂർധ രാജ എന്ന ബ്രഹ്മലക്ഷണമാണ് അജാതശത്രു ഗാർഗ്യനോട് പറയുന്നത്. ഇനി തൊട്ടപ്പുറേ അടുത്ത കോളം ഏതാണ്? മുഖ്യഫലം. മുഖ്യഫലത്തിന്റെ താഴെ എഴുതുക സർവേഷാ. ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയാം. നിങ്ങൾ ചോദിക്കുമ്പോൾ എന്താ കുഴപ്പമെന്നറിയാം, എക്കോ വരുമ്പം റെക്കോർഡിങ് കേൾക്കാൻ പറ്റുന്നില്ല. ഒരുപാട് പേര് യൂട്യൂബിൽ എനിക്ക് കംപ്ലൈൻറ്റ് അയക്കുന്നു, കേൾക്കുന്നില്ല. അതുകൊണ്ട് ക്ഷമിക്കുക, എല്ലാവരെയും ഞാൻ മാനിക്കുന്നു. ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയാം. ഇതാണ് അജാതശത്രു എന്ന കോളത്തിൻ്റെ താഴെ അധിഷ്ഠാഹ സർവേഷാം ഭൂതാനാം മൂർധ രാജ എന്നെഴുതുക. നിങ്ങൾക്ക് ഏതെങ്കിലും എഴുതാൻ പറ്റുന്നില്ലേ അവിടെ ഗ്യാപ്പ് ഇടുക, നമുക്ക് അവസാനം എഴുതാം കേട്ടോ. അതിൻ്റെ തൊട്ടപ്പുറത്തെ കോളം മുഖ്യഫലം. അവിടെ എഴുതേണ്ടത് സർവേഷാം ഭൂതാനാം മൂർധ രാജ ഭവതി. മുഖ്യഫലം എന്താണ്? സർവേഷാം ഭൂതാനാം മൂർധ രാജ ഭവതി. മുഖ്യഫലത്തിൻ്റെ താഴെ എഴുതുക സർവേഷാം ഭൂതാനാം മൂർധ രാജ ഭവതി. മുഖ്യഫലം എഴുതിയെന്ന് വിചാരിക്കുന്നു. എഴുതാൻ പറ്റുന്നില്ലെങ്കിൽ അവിടെ ഗ്യാപ്പ് ഇട്ട് പോവുക കേട്ടോ. അവസാനം പറയാം വീണ്ടും. ഇനി അവാന്തര ഫലമില്ല, രണ്ടാമത്തെ മന്ത്രത്തെ അവാന്തര ഫലം പറയുന്നില്ല. ഓക്കെ, ഇനി നമുക്ക് അടുത്തതിലേക്ക് പോവാം. മന്ത്രം നമ്പർ 3 ഇടുക. ആ കോളത്തിൻ്റെ താഴെ 3 ഇട്ടിട്ട് ഗാർഗ്യൻ പറയുന്നത് എന്താണ്? ചന്ദ്ര ഉപാസന. ചന്ദ്ര ഉപാസന എന്ന് എഴുതുക. അജാതശത്രു അല്ലെങ്കിൽ ബ്രഹ്മലക്ഷണം എന്ന കോളത്തിൽ എഴുതുക ബൃഹൻ കോമ പാണ്ഡരവാസാഹ കോമ കോമ. എല്ലാവരും തലയിൽ എന്തിനാ കൈ വെക്കുന്നത്? കൈ എടുക്ക് തലേന്ന്. പാണ്ഡരവാസാഹ കോമ സോമോ രാജ ഇതി. ബൃഹൻ കോമ പാണ്ഡരവാസാഹ കോമ സോമോ രാജ ഇതി. അടുത്തത് മുഖ്യഫലം എന്നുള്ള കോളത്തിൽ എഴുതുക അഹഹ സുതഃ സുതഃ പ്രസൂതോ ഭവതി. സുതഃ പ്രസൂതോ ഭവതി. മുഖ്യഫലം എന്ന കോളത്തിൽ എഴുതുക സുതഃ പ്രസൂതോ ഭവതി. അടുത്തത് മന്ത്രം നമ്പർ 3 അവാന്തര ഫലം എന്ന കോളത്തിൽ എഴുതുക ന അസ്യ അന്നം ക്ഷീയതേ. ന അസ്യ അന്നം ക്ഷീയതേ. ഒന്നുകൂടെ പറയാം. മൂന്നാമത്തെ മന്ത്രം ശ്രദ്ധിക്കുക. മന്ത്രം 3 ഗാർഗ്യൻ്റെ അവിടെ ചന്ദ്ര ഉപാസന, അജാതശത്രുവിൻ്റെ അവിടെ ബൃഹൻ പാണ്ഡരവാസഃ സോമോ രാജ ഇതി. മുഖ്യഫലത്തിൻ്റെ അവിടെ
അഹഹ അഹഹ സുതഃ പ്രസൂതോ ഭവതി. അവാന്തര ഫലത്തിൻ്റെ അവിടെ ന അസ്യ അന്നം ക്ഷീയതേ. എഴുതിയെന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ ആ ഭാഗം ഒഴിവാക്കുക. അടുത്തതിലേക്ക് പോകാം. മന്ത്രം 4 കോളം നമ്പറിൽ ഒന്നാമത്തെ കോളത്തിൽ മന്ത്രം 4 എന്ന് എഴുതുക. ഗാർഗ്യൻ എന്ന കോളത്തിൽ വിദ്യുതി ഉപാസന എന്ന് എഴുതുക. അല്ലെ വൈദ്യുതി എന്നും പറയാം കേട്ടോ, രണ്ടും ശരി തന്നെയാണ്. ഇവിടെ മന്ത്രത്തിൽ വിദ്യുതി എന്നായതുകൊണ്ട് അങ്ങനെ തന്നെ നമുക്ക് ഉച്ചരിക്കാം. വിദ്യുതി ഉപാസന എന്ന് എഴുതുക. ഇവിടെ ഗാർഗ്യൻ എന്ന കോളത്തിൽ വിദ്യുതി ഉപാസന എന്നെഴുതുക. അടുത്തത് അജാതശത്രു എന്ന കോളത്തിൽ അല്ലെങ്കിൽ ബ്രഹ്മലക്ഷണം എന്ന കോളത്തിൽ തേജസ്വി ഇതി, തേജസ്വി ഇതി എന്നെഴുതുക. അടുത്തത് മുഖ്യഫലം എന്ന കോളത്തിൽ തേജസ്വി ഹാ ഭവതി. മുഖ്യഫലം എന്ന കോളത്തിൽ തേജസ്വി ഹാ ഭവതി, തേജസ്വി ഹാ ഭവതി എന്നെഴുതുക. അടുത്ത മന്ത്രം നമ്പർ 4 അവസാനത്തെ കോളത്തിൽ അവാന്തര ഫലം എന്ന കോളത്തിൽ എഴുതുക. തേജസ്വിനി, തേജസ്വിനി സ്വീ ദീർഘമുണ്ട്, തേജസ്വിനി നീയും ദീർഘമുണ്ട്. തേജസ്വിനി ഹ അസ്യ, തേജസ്വിനി ഹ അസ്യ പ്രജാഭവതി, തേജസ്വിനി ഹ അസ്യ പ്രജാഭവതി. എവിടെ എഴുതിയത്? അവാന്തര ഫലത്തിൽ. ഒന്നുകൂടെ പറയാം. മന്ത്രം നമ്പർ 4 വിദ്യുതി ഉപാസന, അടുത്തത് തേജസ്വി ബ്രഹ്മലക്ഷണം, മുഖ്യഫലം തേജസ്വി ഹ ഭവതി, അവാന്തര ഫലം തേജസ്വിനി ഹ അസ്യ പ്രജാഭവതി എന്നെഴുതി. ഇനി അടുത്തത് മന്ത്രം നമ്പർ 5 എന്നിടുക. മന്ത്രം നമ്പർ 5 ഗാർഗ്യൻ എന്ന കോളത്തിൽ എഴുതുക. ആകാശപുരുഷ അല്ലെ ആകാശ ഉപാസന, ആകാശ ഉപാസന, ആകാശ ഉപാസന. ഗാർഗ്യൻ എന്ന കോളത്തിൽ മന്ത്രം നമ്പർ 5 എഴുതുക. ആകാശ ഉപാസന. അടുത്തത് അജാതശത്രു എന്ന കോളത്തിൽ എഴുതുക. പൂർണ്ണം, പൂർണ്ണം കോമ അപ്രവൃത്തി ഇതി, പൂർണ്ണം കോമ അപ്രവൃത്തി ഇതി. വൃത്തിയായിട്ട് എഴുതണേ, പിന്നീട് എടുത്ത് നോക്കുമ്പോൾ വായിക്കാൻ പറ്റണം. പൂർണ്ണം കോമ അപ്രവൃത്തി ഇതി. അടുത്തത് മന്ത്രം നമ്പർ 5 മുഖ്യഫലത്തിൻ്റെ താഴെ എഴുതുക. പൂര്യതേ, പൂര്യതേ പ്രജയാ പശുഭിഃ, പൂര്യതേ പ്രജയാ പശുഭിഃ. അടുത്ത അവസാനത്തെ കോളം മന്ത്രം നമ്പർ 5 അവസാനത്തെ കോളം അവാന്തര ഫലത്തിൻ്റെ അവിടെ എഴുതുക. ന അസ്യ അസ്മാത്, ന അസ്മാത് ലോകാത് പ്രജാ ഉദ്വർത്തതേ,
ന അസ്മാത് ലോകാത് പ്രജാ ഉദ്വർത്തതേ. ഒന്നുകൂടെ പറയാം. ന അസ്മാത് ലോകാത് പ്രജാ ഉദ്വർത്തതേ. മന്ത്രം നമ്പർ 5 ആകാശ ഉപാസന. അജാതശത്രുവിൻ്റെ കോളത്തിൽ പൂർണ്ണം അപ്രവൃത്തി ഇതി. മുഖ്യഫലം എന്ന കോളത്തിൽ പൂര്യതേ പ്രജയാ പശുഭിഹി. അവാന്തര ഫലം എന്ന കോളത്തിൽ ന അസ്മാത് ലോകാത് പ്രജാ ഉദ്വർത്തതേ. എഴുതിയെന്ന് വിചാരിക്കുന്നു. എഴുതാൻ പറ്റിയില്ലേ അവിടെ ഗ്യാപ്പ് ഇടുക, നമുക്ക് പിന്നീട് ഫില്ല് ചെയ്യാതെ. ഇനി മന്ത്രം നമ്പർ 6. എല്ലാവരും എഴുതണം കേട്ടോ. അവനവൻ എഴുതിയാലേ അത് ബുദ്ധിയിൽ ഉറയ്ക്കും. അതിനുവേണ്ടിയാണ് നമ്മൾ സമയം കളയുന്നത്. എത്രയുണ്ടെന്നറിയോ ബൃഹദാരണ്യം തീരാൻ. എന്നിട്ടും ഇതിന് സമയം മാറ്റി വെക്കുന്നത് എല്ലാവരും എഴുതാൻ വേണ്ടിയാണ്. 6ാമത്തെ എഴുതുക. മന്ത്രം നമ്പർ 6 ഗാർഗ്യൻ്റെ കോളത്തിൽ വായൗ ഉപാസന അല്ലെങ്കിൽ വായു ഉപാസന എന്നും പറയാം കേട്ടോ. രണ്ടും ശരി തന്നെയാണ്, അർത്ഥവ്യത്യാസമില്ല. വായൗ അല്ലെങ്കിൽ വായു, വായു ഉപാസന എന്ന് എഴുതുക ഗാർഗ്യൻ്റെ കോളത്തിൽ. ഇനി അജാതശത്രുവിൻ്റെ കോളത്തിൽ ഇന്ദ്രോ വൈകുണ്ഠഃ. ഇന്ദ്രോ വൈകുണ്ഠഃ അപരാജിതാഃ. ഇന്ദ്രോ വൈകുണ്ഠഃ അപരാജിതാഃ സേനാ ഇതി. ഇന്ദ്രോ വൈകുണ്ഠഃ അപരാജിതാഃ സേനാ ഇതി. അടുത്തത് മുഖ്യഫലം എന്ന കോളത്തിൽ എഴുതുക ജിഷ്ണുഃ അപരാജിഷ്ണുഃ ഭവതി. ജിഷ്ണുഃ കോമ അപരാജിഷ്ണുഃ ഭവതി. ജിഷ്ണുഃ അപരാജിഷ്ണുഃ ഭവതി. അടുത്ത അവാന്തര ഫലം എന്ന കോളത്തിൽ മന്ത്രം നമ്പർ 6 എഴുതുക അന്യ തസ് ത്യാജ്യായി. അന്യ തസ് ത്യാജ്യായി. സമസ്തപദമായിട്ട് തന്നെ എഴുതിക്കോളൂ. അന്യഹ തത് ത്യാജ്യായി എന്നാണ്, ഒരുമിച്ച് എഴുതിക്കോളൂ. അന്യ തസ് ത്യാജ്യായി. അന്യ തസ് ത്യാജ്യായി. ഒന്നുകൂടെ പറയാം. മന്ത്രം നമ്പർ 6 ഗാർഗ്യൻ്റെ കോളത്തിൽ വായു ഉപാസന. അജാതശത്രുവിൻ്റെ കോളത്തിൽ ഇന്ദ്രോ വൈകുണ്ഠഃ അപരാജിതാഃ സേനാ ഇതി. ഇന്ദ്രോ വൈകുണ്ഠഃ അപരാജിതാഃ സേനാ ഇതി. അടുത്തത് മുഖ്യഫലം എന്ന കോളത്തിൽ ജിഷ്ണുഃ അപരാജിഷ്ണുഃ ഭവതി. അടുത്തത് അവാന്തര ഫലം എന്ന കോളത്തിൽ അന്യതസ്ത്യാജ്യായി. അടുത്തതിലേക്ക് പോകാം. മന്ത്രം നമ്പർ 7. 7 എടുത്തുക. ഗാർഗ്യൻ്റെ കോളത്തിൽ അഗ്നി ഉപാസന എന്ന് എഴുതുക. അഗ്നി ഉപാസന. ഗാർഗ്യൻ്റെ കോളത്തിൽ അഗ്നി ഉപാസന. അടുത്തത് അജാതശത്രുവിൻ്റെ കോളത്തിൽ
അല്ലെങ്കിൽ ബ്രഹ്മലക്ഷണത്തിന്റെ കോളത്തിൽ എഴുതുക വിഷാസഹിഹി ഇതി. വിഷാസഹിഹി ഇതി. വിഷാസഹിഹി ഇതി എന്നെഴുതുക. അടുത്തത് മുഖ്യഫലം എന്ന കോളത്തിൽ എഴുതുക വിഷാസഹിഹി ഹ ഭവതി. വിഷാസഹിഹി ഹ ഭവതി. മുഖ്യഫലം എന്ന കോളത്തിൽ വിഷാസഹിഹി, വിഷാദീർഘമുണ്ട്, വിഷാസഹിഹി, സഹിഹി ഹി വിസർഗമുണ്ട്, സഹിഹി സഹി എന്ന് എഴുതിയിട്ട് വിസർഗം ഇടുക. വിഷാസഹിഹി ഹ ഭവതി മുഖ്യഫലം എന്ന കോളത്തിൽ. അടുത്തത് അവാന്തര ഫലം എന്ന കോളത്തിൽ മന്ത്രം നമ്പർ 7 അവാന്തര ഫലം എന്ന കോളത്തിൽ എഴുതുക വിഷാസഹിഹി വിഷാസഹിഹി ഹ അസ്യ പ്രജാഭവതി. വിഷാസഹിഹി ഹ അസ്യ പ്രജാഭവതി. ഒന്നുകൂടെ പറയാം. മന്ത്രം നമ്പർ 7 ഗാർഗ്യന്റെ കോളത്തിൽ അഗ്നി ഉപാസന, അജാതശത്രുവിന്റെ കോളത്തിൽ വിഷാസഹിഹി ഇതി. അടുത്ത് മുഖ്യഫലം എന്ന കോളത്തിൽ വിഷാസഹിഹി ഹ ഭവതി. അടുത്തത് അവാന്തര ഫലം എന്ന കോളത്തിൽ വിഷാസഹിഹി ഹ അസ്യ പ്രജാഭവതി. ഏതെങ്കിലും വിട്ടുപോയെങ്കിൽ അവിടെ ഗ്യാപ്പ് ഇടുക. നമുക്ക് അടുത്തതിലേക്ക് പോകാം. മന്ത്രം 8 എന്ന് എഴുതുക. അടുത്ത ഗാർഗ്യന്റെ കോളത്തിൽ അപ്സു ഉപാസന എന്ന് എഴുതുക. അപ്സു ഉപാസന അല്ലെങ്കിൽ ജല ഉപാസന എന്നും പറയാം കേട്ടോ. അപ്സു എന്നുള്ള വാക്ക് പരിചയം ഇല്ലാത്ത ഒരു ബ്രാക്കറ്റിൽ ജല ഉപാസന എന്ന് എഴുതിക്കോളൂ. അപ്സു ഉപാസന. അടുത്തത് അജാതശത്രുവിന്റെ കോളത്തിൽ അല്ലെങ്കിൽ ബ്രഹ്മലക്ഷണത്തിന്റെ കോളത്തിൽ എഴുതുക പ്രതിരൂപം ഇതി. പ്രതിരൂപം ഇതി. പ്രതിരൂപം ഇതി. അടുത്തത് മൂന്നാമത്തെ കോളത്തിൽ മുഖ്യഫലം എന്ന കോളത്തിൽ എഴുതുക എന്താണ് പ്രതിരൂപം. പ്രതിരൂപം ഹ ഏവ. പ്രതിരൂപം ഹ ഏവ ഏനം ഏനം ഉപഗച്ഛതി. ഉപഗച്ഛതി. ഒന്നുകൂടെ പറയാം. മുഖ്യഫലം എന്ന കോളത്തിൽ പ്രതിരൂപം ഹ ഏവ ഏനം ഉപഗച്ഛതി. ഇനി ഉപഗച്ഛതി എന്നുള്ള വാക്ക് മനസ്സിലാകുന്നില്ലേ? ബാറ് കോമ ഇട്ടിട്ട് അല്ലെ ബ്രാക്കറ്റിൽ ലഭതി എന്ന് എഴുതുക. ലഭതി എന്ന് വെച്ചാൽ ലഭിക്കും. ഉപഗച്ഛതി ഓർ ലഭതി. ലഭതി എന്നാണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുക. ഉപഗച്ഛതി എന്നുള്ള സംസ്കൃത പദം ഉപയോഗിക്കാറില്ലാത്തതുകൊണ്ട് വ്യവഹാരത്തിൽ മനസ്സിലാകാൻ വേണ്ടി ബ്രാക്കറ്റിൽ എഴുതുക ലഭതി. ഒന്നുകൂടെ പറയാം. മുഖ്യഫലം പ്രതിരൂപം ഹ ഏവ ഏനം ഉപഗച്ഛതി. അടുത്തത് അവാന്തര ഫലം എന്ന കോളത്തിൽ ലാസ്റ്റ് കോളത്തിൽ എഴുതുക ന അപ്രതിരൂപം.
ന അപ്രതിരൂപം, ന അപ്രതിരൂപം, കോമ അധഃ, അധഃ, അധഃ പ്രതിരൂപഃ, അധഃ പ്രതിരൂപഃ അസ്മാദ് ജായത്തെ, അസ്മാദ് ജായത്തെ, അസ്മാദ് ജായത്തെ. ഒന്നുകൂടെ പറയാം. ന അപ്രതിരൂപം, കോമ അധഃ പ്രതിരൂപഃ അസ്മാദ് ജായത്തെ. ഒന്നുകൂടെ നമുക്ക് പറയാം. മന്ത്രം നമ്പർ 8 നിങ്ങൾ എഴുതിയത് ശരിയാണോ നോക്കുക, കൂടെ പറയുകയും ചെയ്യുക. മന്ത്രം നമ്പർ 8 ഗാർഗ്യൻ്റെ കോളത്തിൽ അപ്സു ഉപാസന, ബ്രഹ്മലക്ഷണത്തിൻ്റെ കോളത്തിൽ അല്ലെങ്കിൽ അജാതശത്രുവിൻ്റെ കോളത്തിൽ പ്രതിരൂപം ഇതി. അടുത്ത മുഖ്യഫലത്തിൻ്റെ കോളത്തിൽ പ്രതിരൂപം ഹ ഏവ ഏനം ഉപഗച്ഛതി. അടുത്തത് അവാന്തരഫല എന്ന കോളത്തിൽ ന അപ്രതിരൂപം അധഃ പ്രതിരൂപഃ അസ്മാദ് ജായത്തെ. അടുത്ത എഴുതി ക്ഷീണിച്ചെങ്കിൽ സാധിക്കാത്തവർ നിർത്തിക്കോളൂ കേട്ടോ, പറ്റുന്നവർ എഴുതുക. മന്ത്രം നമ്പർ 9, മന്ത്രം നമ്പർ 9 എന്നിടുക. ഗാർഗ്യൻ്റെ കോളത്തിൽ ആദർശ ഉപാസന എന്ന് എഴുതുക. ആദർശ ഉപാസന. ഇനി ആദർശം എന്നുള്ള വാക്ക് മനസ്സിലാകാത്തവർ അവിടെ ബ്രാക്കറ്റിൽ ഛായ അല്ലെ നിഴലെന്ന് എഴുതുക. ആദർശം അറിയാം എല്ലാവർക്കും, അതുകൊണ്ട് മനസ്സിലാക്കാത്തവർ മാത്രം എഴുതിയാൽ മതി. എന്താണ് ആദർശ ഉപാസന? 9ാമത്തെ മന്ത്രം 1 ആദർശ ഉപാസന എന്ന് എഴുതുക. അടുത്ത അജാതശത്രുവിൻ്റെ കോളത്തിൽ രോജിഷ്ണുഹു ഇതി എന്ന് എഴുതുക. രോജിഷ്ണുഹു ഇതി, രോജിഷ്ണുഹു ഇതി എന്നെഴുതുക. അടുത്ത മുഖ്യഫല എന്ന കോളത്തിൽ എഴുതുക രോജിഷ്ണുഹു, രോജിഷ്ണുഹു ഹാ ഭവതി, രോജിഷ്ണുഹു ഹാ ഭവതി, രോജിഷ്ണുഹു ഹാ ഭവതി. അടുത്തത് അവാന്തരഫലം എന്ന കോളത്തിൽ 1 എന്നിടുക. 1 എന്നിട്ടിട്ട്, അതായത് അവാന്തരഫലം ഇവിടെ 2 എണ്ണം ഉണ്ട്, അതുകൊണ്ട് അവാന്തരഫലം നമ്പർ 1 രോജിഷ്ണുഹു ഹ അസ്യ, രോജിഷ്ണുഹു ഹ അസ്യ പ്രജാഭവതി, രോജിഷ്ണുഹു ഹ അസ്യ പ്രജാഭവതി. അവാന്തരഫലം 1 രോജിഷ്ണുഹു ഹ അസ്യ പ്രജാഭവതി. ഇനി 2 എന്നിടുക തൊട്ട് താഴെ. അവാന്തരഫലം 2 അധഃ യൈഹി, യൈഹി യാരാരാവ ഇല്ലേ അതിലെ യാ, യൈഹി അധഃ യൈഹി സന്നിഗച്ഛതി, സന്നിഗച്ഛതി, കോമ സന്നിഗച്ഛതി, കോമ സർവാൻ, സർവാൻ താൻ, സർവാൻ താൻ അതിരോചതേ, സർവാൻ താൻ അതിരോചതേ.
അതിരോചതേ. ഒന്നുകൂടെ പറയാം. രോജിഷ്ണുഃ ഹ അസ്യ പ്രജാ ഭവതി. അടുത്തത് അധഃ യൈഃ സൻ നിഗച്ഛതി, സർവാൻ താൻ അതിരോചതേ. ഒന്നുകൂടെ പറയാം. മന്ത്രം നമ്പർ 9. മന്ത്രം നമ്പർ 9 ആദർശ ഉപാസന. ബ്രഹ്മലക്ഷണം രോജിഷ്ണു ഇതി. മുഖ്യഫലം രോജിഷ്ണുഃ ഹ ഭവതി. അവാന്തരഫലം 1 രോജിഷ്ണുഃ ഹ അസ്യ പ്രജാ ഭവതി. അവാന്തരഫലം 2 അധഃ യൈഃ സൻ നിഗച്ഛതി, സർവാൻ താൻ അതിരോചതേ. അടുത്തതിലേക്ക് പോകാം. മന്ത്രം 10 എന്ന് എഴുതുക. മന്ത്രം നമ്പർ 10. മന്ത്രം നമ്പർ 10 ഗാർഗ്യൻ എന്ന കോളത്തിന്റെ താഴെ എഴുതുക. ശബ്ദ അനുധ്യേത ഉപാസന. ശബ്ദ അനുധ്യേത. ധ്യേത ധനത്തിന്റെ ദ. ധ്യേത അനുധ്യേത അല്ല ദയുടെ ദ. അനുധ്യേത. അനുധ്യേത. ദയാന്ന് എഴുതില്ലേ, ധാനം എന്ന് എഴുതില്ലേ, ആ ധ. അനുധ്യേത. ശബ്ദ അനുധ്യേത ഉപാസന. തമ്പുരാനറിയാം എഴുതി വരുമ്പോൾ ഏത് കോളത്തിലാണ്. എങ്കിലും എഴുതുക, ഇത് മനസ്സിൽ ഉറയ്ക്കും. ശബ്ദ അനുധ്യേത ഉപാസന എന്ന് എഴുതുക. അടുത്ത അജാതശത്രുവിന്റെ കോളത്തിൽ എഴുതുക. അസുരിതി. അസുരിതി. അസുഹു ഇതി. ഒരുമിച്ച് പറയുമ്പോൾ അസുരിതി. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മന്ത്രങ്ങൾ നോക്കിയാൽ മതി. അസുരിതി. അടുത്തത് മുഖ്യഫലം എന്ന കോളത്തിൽ എഴുതുക. സർവം സർവം ഹ ഏവ. മുഖ്യഫലം എന്ന കോളത്തിൽ എഴുതുക. മന്ത്രം നമ്പർ 10 സർവം ഹ ഏവ. സർവം ഹ ഏവ അസ്മിൻ ലോകേ സർവം ഹ ഏവ അസ്മിൻ ലോകേ ആയുരേതി. ആയുരേതി അല്ലെങ്കിൽ ആയുഹു ഇതി. സർവം ഹ ഏവ അസ്മിൻ ലോകേ ആയുരേതി. മുഖ്യഫലം എന്നിടത്ത്. അടുത്തത് അവാന്തര ഫലം എന്ന കോളത്തിൽ എഴുതുക. ന ഏനം ന ഏനം പുരാകാലാത്. ഒരുമിച്ച് എഴുതണേ, സമസ്തപദമാണ് അത്. പുരാകാലാത്. പുരാകാലാത്. പ്രാണഃ ജഹാതി. പ്രാണഃ ജഹാതി. ഒന്നുകൂടെ പറയാം. ന ഏനം പുരാകാലാത് പ്രാണഃ ജഹാതി. നോക്കുക. മന്ത്രം നമ്പർ 10 ശബ്ദ അനുധ്യേത ഉപാസന. ഗാർഗ്യന്റെ കോളത്തിൽ ശബ്ദ അനുധ്യേത ഉപാസന എന്ന് എഴുതുക. അജാതശത്രുവിന്റെ കോളത്തിൽ അസുരിതി എന്നെഴുതുക. മുഖ്യഫലം എന്ന കോളത്തിൽ സർവം ഹ ഏവ അസ്മിൻ ലോകേ ആയുരേതി. അടുത്തത് അവാന്തര ഫലം എന്ന കോളത്തിൽ ന ഏനം പുരാകാലാത്
പ്രാണഃ ജഹാതി. എഴുതിയെന്ന് വിചാരിക്കുന്നു. അടുത്തതിലേക്ക് പോകാം. മന്ത്രം 11. രണ്ടെണ്ണം കൂടെ ഉള്ളൂ, വേഗം തീരും. മന്ത്രം 11 എന്താണ്? ദിക്ഷുപാസന. ഗാർഗ്യന്റെ കോളത്തിൽ എഴുതുക ദിക്ഷുപാസന. അടുത്തത് അജാതശത്രുവിന്റെ കോളത്തിൽ എഴുതുക ദ്വിതീയഃ കോമ അനപഗഃ ഇതി. ദ്വിതീയഃ കോമ അനപഗഃ ഇതി. അടുത്ത് മുഖ്യഫലം എന്ന കോളത്തിൽ എഴുതുക ദ്വിതീയവാൻ ഹ ഭവതി. ദ്വിതീയവാൻ ഹ ഭവതി. മുഖ്യഫലം എന്ന കോളത്തിൽ ദ്വിതീയവാൻ ഹ ഭവതി. അടുത്തത് അവാന്തര ഫലം എന്ന കോളത്തിൽ എഴുതുക ന അസ്മാദ് ഗണഃ ഛിദ്യതേ. ചായ എന്ന് എഴുതുന്നതിന്റെ ഛ രണ്ടാമത്തെ ഛ. ഛിദ്യതേ. ന അസ്മാദ് ഗണഃ ഛിദ്യതേ. ന അസ്മാദ് ഗണഃ ഛിദ്യതേ. ഒന്നുകൂടെ പറയാം. മന്ത്രം നമ്പർ 11 ദിക്ഷു ഉപാസന. ബ്രഹ്മലക്ഷണം ദ്വിതീയഃ കോമ അനപഗഃ ഇതി. മുഖ്യഫലം ദ്വിതീയവാൻ ഹ ഭവതി. അവാന്തരഫലം ന അസ്മാദ് ഗണഃ ഛിദ്യതേ. ഇനി അടുത്തത് അവസാനത്തെ കഴിഞ്ഞു. മന്ത്രം നമ്പർ 12 എന്ന് എഴുതുക. മന്ത്രം നമ്പർ 12 എന്ന് എഴുതുക. ഗാർഗ്യന്റെ കോളത്തിൽ എഴുതുക ഛായാമയ ഉപാസന. ഛായാമയ ഉപാസന. ഛായാമയ ഉപാസന. അടുത്തത് അജാതശത്രുവിന്റെ കോളത്തിൽ എഴുതുക മൃത്യുഹു ഇതി. അജാതശത്രുവിന്റെ കോളത്തിൽ എഴുതുക മൃത്യുഹു ഇതി. അടുത്ത മുഖ്യഫലം എന്ന കോളത്തിൽ എഴുതുക സർവം ഹ ഏവ അസ്മിൻ ലോകേ ആയുഹു ഇതി. സർവം ഹ ഏവ അസ്മിൻ ലോകേ ആയുഹു ഇതി. ആയുഹു വിസർഗമുണ്ട്. ആയുഹു. സർവം ഹ ഏവ അസ്മിൻ ലോകേ ആയുഹു ഇതി. അടുത്തത് അവാന്തര ഫലം എന്ന കോളത്തിൽ എഴുതുക ന ഏനം പുരാകാല മൃത്യുഹു ആഗച്ഛതി. ന ഏനം പുരാകാല മൃത്യുഹു ആഗച്ഛതി. ഒന്നുകൂടെ പറയാം. മന്ത്രം നമ്പർ 12 ഛായാമയ ഉപാസന. അജാതശത്രുവിന്റെ കോളത്തിൽ മൃത്യുഹു ഇതി.
മുഖ്യഫല എന്ന കോളത്തിൽ സർവം ഹ ഏവ അസ്മിൻ ലോകേ ആയുഹു ഇതി. സർവം ഹ ഏവ അസ്മിൻ ലോകേ ആയുഹു ഇതി. സന്തോഷം, നിങ്ങൾ കൂടെ പറയുന്നുണ്ട് കുറച്ച് പേര്, അത് കാണുമ്പോൾ സന്തോഷം. സർവം ഹ ഏവ അസ്മിൻ ലോകേ ആയുഹു ഇതി. അടുത്തത് അവാന്തര ഫലത്തിൻ്റെ അവിടെ ന ഏനം പുരാകാല മൃത്യുഹു ആഗച്ഛതി. എഴുതിയെന്ന് വിചാരിക്കുന്നു. മന്ത്രം നമ്പർ 12. ഇപ്പോൾ 2 മുതൽ 12 വരെയുള്ള മന്ത്രങ്ങൾ അല്ലേ. ഇത് ഓരോന്നായിട്ട് നോക്കുക. നിങ്ങൾ ഇത് ഫോട്ടോ അയച്ചു തരണം കേട്ടോ. എന്തെങ്കിലും ഉണ്ട് തിരുത്താൻ വേണ്ടി, അല്ലാണ്ട് ആരെയും അളക്കാൻ വേണ്ടിയല്ല. എന്തെങ്കിലും ഉണ്ട് തിരുത്താൻ വേണ്ടി എല്ലാവരും അയച്ചു തരിക. നിങ്ങൾക്ക് അറിയാമല്ലോ, ക്യാമറയിൽ ചിത്രം എടുത്തയക്കാൻ, അങ്ങനെ ചെയ്യുക. ഓക്കെ. അപ്പം യാജ്ഞവൽക്യ മഹർഷി ദ്വിതീയോധ്യായം ബ്രഹ്മവിദ്യാപ്രകരണം അജാതശത്രു ബ്രാഹ്മണം നമ്മൾ 12 മന്ത്രങ്ങൾ വരെ കണ്ടു. അജാതശത്രുവിൻ്റെ അടുത്ത് ഗാർഗ്യൻ്റെ തർക്കങ്ങൾ അദ്ദേഹം വിജയിക്കുവാനായി പല മാർഗങ്ങളിലൂടെ പോകുന്ന ഒരു അസ്ഥിരത ഗാർഗ്യൻ്റെ സ്വഭാവത്തിൽ നമ്മൾ കണ്ടു. പക്ഷെ അജാതശത്രു എന്ന മഹാത്മാവ് അദ്ദേഹം അതിനെ ഖണ്ഡിക്കുന്നു. അങ്ങ് എന്തൊക്കെ ഉപാസന പറഞ്ഞാലും ഞാനത് സമ്മതിച്ചു തരില്ല. കാരണം അങ്ങ് പറയുന്ന ഉപാസന പരിമിതമായ ദേവതകളെ അല്ലെങ്കിൽ ഈശ്വര സൃഷ്ടിയെ ഉപാസിക്കാനാണ് പറയുന്നത്. ഞാൻ അതിലേക്ക് പോവില്ല. ഞാൻ അപരിമിതനായ എല്ലാ സൃഷ്ടിക്കും ആധാരമായ പരമാത്മ ഉപാസനയെ ചെയ്യുള്ളൂ. ഇന്ന ലക്ഷണങ്ങളോടുകൂടി ഞാൻ ചിന്തനം ചെയ്യും. അതാണ് ഉപാസന. അല്ലാണ്ട് നമ്മൾ ജലം ഒഴിക്കുക, പത്രം പുഷ്പം ഫലം തോയം ഇത്യാദി ഉപാസനയല്ല ഇവിടെ പറയുന്നത്. ഇവിടെ എന്ത് ഉപാസനയാണ് പറയുന്നത്? ചിന്തനം, ഇന്ന ലക്ഷണങ്ങളോടുകൂടി അല്ലേ. അതിലാണ് ആ ബ്രഹ്മലക്ഷണങ്ങൾ നമ്മൾ പലതും കണ്ടു. ആ ലക്ഷണങ്ങളെ എപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചിന്തിക്കാൻ സാധിക്കുന്നു അല്ലേ. ഭഗവാൻ അല്ലേ ശബ്ദത്തിൽ മാത്രമല്ല, അല്ലെ ഉറക്കത്തിൽ മാത്രമല്ല അല്ലേ, അല്ലെങ്കിൽ അശ്വത്തിൽ മാത്രമല്ല, പലതും പറഞ്ഞു. ആദിത്യനിൽ മാത്രമല്ല, ചന്ദ്രനിൽ മാത്രമല്ല, ഭൂമിയിൽ മാത്രമല്ല, വായുവിൽ മാത്രമല്ല, സർവറ്റിനും ആധാരമായിരിക്കുന്നവനാണ് എന്ന് ഉപാസിച്ചാൽ എന്ത് ഫലമെന്നും നമ്മൾ കണ്ടു. പ്രധാനമായും ആവർത്തിച്ചു വന്ന ഫലം സാധകൻ്റെ സാധനയിലുള്ള ഉയർച്ച, പിന്നെ അവരുടെ പ്രജാപരമ്പരകളും സാധനയ്ക്ക് അനുകൂലമായ സ്വഭാവത്തോടു കൂടിയുള്ള പ്രജാപരമ്പരകളുടെ തുടർച്ചയും നമ്മൾ കണ്ടു അല്ലേ. അങ്ങനെ ഉപാസനകൾ അവസാനിച്ചു. ഇനിയും നമുക്ക് 13ാമത്തെ മന്ത്രം ജസ്റ്റ് ഒന്ന് പദച്ഛേദം നടത്താം. നമുക്ക് വ്യാഖ്യാനം നാളെ കാണാം. മന്ത്രം 13 പുസ്തകത്തിൽ നോക്കുക. മന്ത്രം 13. സഹോവാച ഗാർഹ്യഃ. മന്ത്രം 13 മൃഡാനന്ദ സ്വാമിജിയുടെ ബുക്ക് പേജ് നമ്പർ 130 എടുക്കുക. സഹോവാച ഗാർഹ്യഃ യഹ ഏവ അയം ആത്മനി പുരുഷഃ ഏതം ഏവ അഹം ബ്രഹ്മ ഉപാസ ഇതി. ഒന്നുകൂടി ഉണ്ട്, അവസാനത്തെ അടവാണത്. ജസ്റ്റ് പദച്ഛേദം നോക്കുക. യഹ ഏവ അയം ആത്മനി പുരുഷഃ ഏതമേവ അഹം ബ്രഹ്മ ഉപാസ ഇതി. ഇതി ഫുൾ സ്റ്റോപ്പ്, വിരാമം ഇടുക അവിടെ. ഏതമേവ അഹം ബ്രഹ്മ ഉപാസ ഇതി. സഹോവാച അജാതശത്രുഃ മാമായേതസ്മിൻ സംവദിഷ്ടാഃ ആത്മനി ഇതിവാ അഹം ഏതം ഉപാസ ഇതി. അവിടെ ആത്മനി എന്നുള്ള വാക്ക് അണ്ടർലൈൻ ചെയ്തിട്ട് ബ്രഹ്മലക്ഷണം എന്ന് എഴുതുക. ആത്മനി എന്നുള്ള വാക്ക് അണ്ടർലൈൻ ചെയ്തിട്ട് ബ്രഹ്മലക്ഷണം എന്ന് എഴുതുക.
ആത്മനി ഇതി വാ അഹമേത ഉപാസ ഇതി. ഇതി ഫുൾ സ്റ്റോപ്പ് അവിടെ. ഉപാസ ഇതി. അടുത്തത് സഹയഃ ഏതം ഏവ ഉപാസ്ത. ഉപാസ്ത. അത് കഴിഞ്ഞ് ആത്മനി ഹാ ഭവതി. അവിടെ അണ്ടർലൈൻ ചെയ്തിട്ട് മുഖ്യഫലം എന്ന് എഴുതുക. ആത്മനി ഹാ ഭവതി. മുഖ്യഫലം ആത്മനി ഹാ ഭവതി. അടുത്തത് ആത്മനി ഹാ അസ്യ പ്രജാ ഭവതി. അതെന്തായിരിക്കും? അവാന്തര ഫലം. ആത്മനി ഹാ അസ്യ പ്രജാ ഭവതി. അവിടെ അവാന്തര ഫലം എന്ന് എഴുതുക. സഹ ഹ തൂഷ്ണീം ആസ ഗാർഹ്യഃ. സഹയഃ തൂഷ്ണീം ആസ ഗാർഹ്യഃ. ഫുൾ സ്റ്റോപ്പ്. ഗാർഹ്യഃ വിരാമം ഉണ്ട് അവിടെ. നിങ്ങളുടെ പുസ്തകത്തിലില്ലെങ്കിൽ അവിടെ ഫുൾ സ്റ്റോപ്പ് ഇടുക, പൂർണ്ണ വിരാമം. ഒന്നുകൂടെ പറയാം. സഹോവാച ഗാർഹ്യഃ യഹ ഏവ അയം ആത്മനി പുരുഷഃ ഏതമേവ അഹം ബ്രഹ്മ ഉപാസ ഇതി. സഹോവാച അജാതശത്രുഃ മാമാ ഏതസ്മിൻ സംവദിഷ്ടാഃ. പലരും ക്ലോക്കിൽ നോക്കാൻ തുടങ്ങി. മാമാ ഏതസ്മിൻ, ഇപ്പം തീർക്കാം. മാമാ ഏതസ്മിൻ സംവദിഷ്ടാഃ ആത്മനി ഇതി വാ അഹമേത ഉപാസ ഇതി. സഹയഃ ഏതമേവ ഉപാസ ആത്മനി ഹാ ഭവതി. ആത്മനി ഹാ അസ്യ പ്രജാ ഭവതി. സഹയഃ തൂഷ്ണീമാസ ഗാർഹ്യഃ. അപ്പോൾ ഇനി എന്തായിരിക്കും നമ്മുടെ കോളത്തിൽ എഴുതേണ്ടത്? അവസാനം മന്ത്രം നമ്പർ 13 ഇടുക. ഗാർഗ്യൻ്റെ താഴെ ആത്മനി ഉപാസന എന്ന് എഴുതുക. ഇപ്പം തീർക്കാം. മന്ത്രം നമ്പർ 13 ഇടുക. നമ്മുടെ ആ കോളത്തിൽ, ഗാർഗ്യൻ്റെ കോളത്തിൽ താഴെ ആത്മനി ഉപാസന എന്ന് എഴുതുക. അജാതശത്രുവിൻ്റെ കോളത്തിൽ ആത്മനി ഇതി എന്ന് എഴുതുക. അജാതശത്രുവിൻ്റെ കോളത്തിൽ ആത്മനി ഇതി എന്ന് എഴുതുക. പിന്നെ അടുത്തത് മുഖ്യഫലത്തിൻ്റെ കോളത്തിൽ ആത്മനി ഹാ ഭവതി എന്ന് എഴുതുക. ആത്മനി ഹാ ഭവതി എന്ന് എഴുതുക മുഖ്യഫലത്തിൻ്റെ കോളത്തിൽ. അടുത്തത് അവാന്തര ഫലത്തിൻ്റെ കോളത്തിൽ ആത്മനി ഹാ അസ്യ പ്രജാ ഭവതി എന്നെഴുതുക. ഒന്നുകൂടെ പറയാം. മന്ത്രം നമ്പർ 13 ആത്മനി ഉപാസന. ഗാർഗ്യൻ്റെ കോളത്തിൽ, അജാതശത്രുവിൻ്റെ കോളത്തിൽ ആത്മനി ഇതി. മുഖ്യഫലത്തിൻ്റെ കോളത്തിൽ ആത്മനി ഹാ ഭവതി. അവാന്തര ഫലത്തിൻ്റെ കോളത്തിൽ ആത്മനി ഹാ അസ്യ പ്രജാ ഭവതി. അത്രയും എഴുതുക. ബാക്കി നമുക്ക് നാളെ പഠിക്കാം. നിങ്ങൾ ദയവായി അയച്ചു തരിക എല്ലാവരും. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഞാൻ സമയം പോലെ തിരുത്തുക. എപ്പം മറുപടി അയക്കുമെന്നൊന്നും വിചാരിക്കരുത്. സമയം പോലെ മറുപടി അയക്കാം. എന്നാലും നിങ്ങൾ എഴുതിയത് അയച്ചു തരിക ദയവായിട്ട്. ഓം നമഃ പരമർഷിഭ്യോ നമഃ പരമർഷിഭ്യോ നമഃ പരമർഷിഭ്യഃ. ഓം നമോ ബ്രഹ്മാദിഭ്യോ ബ്രഹ്മവിദ്യാ സംവൃതായ കർത്തൃഭ്യോ വംശഋഷിഭ്യോ മഹദ്ഭ്യോ നമോ ഗുരുഭ്യഃ. സർവോപപ്ലവരഹിതഃ പ്രജ്ഞാനഘനഃ പ്രത്യഗർത്ഥോ ബ്രഹ്മൈവാഹമസ്മി. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരിഃ ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരിഃ ഓം.